ഹലോ ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെറിയ ക്ലാസ്സിലെ ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകളെ പറ്റി പഠിക്കാം. ഭിന്നസംഖ്യകളെ പറ്റി പഠിക്കാം. നമുക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം മുതലൊന്നും ഫിഗറിൽ കൂടെ ഒക്കെ പഠിക്കാം. അപ്പം നല്ല ടോട്ടൽ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഫിഗറിനെ? 1, 2, 3, 4 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതില് 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തതില് വിഭജിച്ചതില് ഞാൻ 3 ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഷെയ്ഡ് ചെയ്ത ഇതിന്റെ ഫ്രാക്ഷൻ എത്രയാണ്? ആകെ 4 ഉള്ളതിൽ 3, 3/4, 3 ഔട്ട് ഓഫ് 4. ആകെയുള്ള ഇതിന്റെ പാർട്ട്, ഷെയ്ഡഡ് പോർഷന്റെ പാർട്ട് എത്രയാണ്? 3/4. നെക്സ്റ്റ് തുല്യം 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഷെയ്ഡഡ് പോർഷന്റെ ഫ്രാക്ഷൻ എത്രയാണ്? ഷെയ്ഡ് ചെയ്ത പോർഷൻ 1. ആകെ എത്ര ഉണ്ട്? 1/3. ആകെ 3 ഭാഗങ്ങളുള്ളതില് 3 ഡിവിഷൻസ് ഉള്ളതിൽ ആകെ 1 ഇവിടെ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. 1/3. നെക്സ്റ്റ് ആറെണ്ണം. ഇതിപ്പോ 6 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതില് 5 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഫ്രാക്ഷൻ ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ആകെ ഉള്ളത് അടിയിൽ എഴുതും, ഡിനോമിനേറ്റർ ആയിട്ട് എഴുതും. ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയാണ്? 5. ആകെ 6 ഉള്ളതിൽ 5 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 5/6. once more. തുല്യ 2 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ആകെ 2 ഭാഗം ഉള്ളതിൽ 1 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഷെയ്ഡ് ചെയ്ത ഭാഗം ആകെ 4 ഭാഗങ്ങളുണ്ട്. ഇത് എത്ര ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? ആകെ 4 ഉള്ളതില് 2/4. ആകെ 4 ഉള്ളതില് 2. ഷെയ്ഡഡ് പോർഷന്റെ ഫ്രാക്ഷൻ നോക്കാലോ. 2 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ആകെ 5 ഉള്ളതിൽ. ഇത് ആകെ 2 ഉള്ളതില് തുല്യ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 1 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയാണ്? അത് അവിടെ എഴുതുക. ഇനി ഇവിടെ ആകെ 4 ഭാഗങ്ങൾ. അതിൽ 2 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഫ്രാക്ഷൻ 2/4. അടുത്ത ഇവിടെ 5 ഉണ്ട്. അതിൽ 2 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 2/5. ഫ്രാക്ഷൻസിന് എക്സാമ്പിൾ ആണ് 2/5, 1/2, 3/4, 2/8, 1/4 എക്സെട്ര. എക്സാമ്പിൾ. മുകളിലുള്ളതിനെ ന്യൂമറേറ്റർ എന്നും താഴെയുള്ളതിനെ ഡിനോമിനേറ്റർ, മുകളിലുള്ളതിനെ ന്യൂമറേറ്റർ അംശം എന്നും താഴെയുള്ളതിനെ ഡിനോമിനേറ്റർ. ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ. താഴെ എഴുതുന്ന നമ്പറിനെ നമ്മൾ ഡിനോമിനേറ്റർ എന്നും പറയും. ഛേദം. നമുക്ക് പലതരത്തിലുള്ള ഫ്രാക്ഷൻസിനെ പറ്റി പഠിക്കാം. ഫ്രാക്ഷൻസ് പലതരത്തിലുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ്. ഈ പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്താണെന്ന് നോക്കാം. പ്രോപ്പർ ഫ്രാക്ഷൻസ് സാധാരണ ഭിന്നം.
പ്രോപ്പർ ഫ്രാക്ഷൻസ് അല്ലേ സാധാരണ ഭിന്നം. ഇതിൽ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിരിക്കും. എക്സാമ്പിൾ 3/11, 5/6, 2/7. ഇവിടെ എല്ലാം ന്യൂമറേറ്റർ സ്മാൾ ആയിരിക്കും, ഡിനോമിനേറ്റർ ഗ്രേറ്റർ ആയിരിക്കും. ന്യൂമറേറ്റർ സ്മാളർ, ഡിനോമിനേറ്റർ ഗ്രേറ്റർ. ന്യൂമറേറ്റർ സ്മാളർ, ഡിനോമിനേറ്റർ ഗ്രേറ്റർ. ന്യൂമറേറ്റർ സ്മാളർ, ഡിനോമിനേറ്റർ ഗ്രേറ്റർ. അങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെ പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നു. പ്രോപ്പർ ഫ്രാക്ഷൻസ്. അടുത്തത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് നോക്കാം. ഇംപ്രോപ്പർ പ്രോപ്പർ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ വിഷമഭിന്നം എന്ന് പറയും. വിഷമഭിന്ന സംഖ്യ, വിഷമഭിന്നം. ഇവിടെ എക്സാമ്പിൾ നോക്കാം. ന്യൂമറേറ്റർ ആയിരിക്കും കൂടുതൽ. 7/2, 8/3, 17/12, 10/3. ഇവിടെ എല്ലാം ന്യൂമറേറ്റർ ആയിരിക്കും കൂടുതൽ, മുകളിലുള്ള സംഖ്യ. അതായത് ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ. അടിയിലുള്ള സംഖ്യ കുറവായിരിക്കും, ഡിനോമിനേറ്ററിനേക്കാൾ കൂടുതലായിരിക്കും ന്യൂമറേറ്റർ. ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമഭിന്നം എന്ന് പറയുന്നു. മിക്സഡ് ഫ്രാക്ഷൻസ് ഉണ്ട്. മിക്സഡ് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ മിശ്രഭിന്നങ്ങൾ എന്ന് പറയും. മിശ്രഭിന്നം. അതിന് എക്സാമ്പിൾ നോക്കാമല്ലേ. 1 and 2/3. വേറെ എക്സാമ്പിൾ 2 and 6/7. വേറെ എക്സാമ്പിൾ 3 and 1/4, 1 and 1/2. ഇതിനെ നമ്മൾ മിശ്രഭിന്നങ്ങൾ അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻസ് എന്ന് പറയും. ഇനി ഈ മിക്സഡ് ഫ്രാക്ഷൻസ് മിശ്രഭിന്നങ്ങളെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആക്കി മാറ്റുക. Convert the following mixed fractions into improper fractions. തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനുകളെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആക്കി മാറ്റുക. 1 and 1/2 that is equal to, ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. 1 into 2 പ്ലസ് ഇത് 1/2, that is 2 plus 1 divided by 2, that is 3/2. അത് ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. ന്യൂമറേറ്റർ വലുതാണ്. 3 and 2/7 ഇത് മാറ്റാം. 3 into 7 plus 2 divided by 7. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക, ഇത് കൂട്ടുക. ഹോൾ ബൈ ഇത് 21 plus 2/7, that is 23/7. It is improper fraction. അതായത് തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക, മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കുക. മിക്സഡ് ഫ്രാക്ഷനെ എന്താക്കി മാറ്റണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അതായത് 2 and 3/5. നെക്സ്റ്റ് 3 and 5/11. ഇത് മാറ്റാലോ. 2 into 5, ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുക. 2 into 5 plus 3 divided by 5 equal to 10 plus 3/5, that is 13/5. ഇത് 11 into 3, ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. 11 ഇവിടെയുള്ള ആ ഹോൾ നമ്പറും ഡിനോമിനേറ്ററും 11 into 3 പ്ലസ് ഇവിടെ ഉള്ളത് 5 ന്യൂമറേറ്ററുള്ള
by 11 equal to 33 plus 5 by 11 equal to 38 by 11. ഇനി മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. അതായത് മിശ്ര ഭിന്നത്തെ പിന്നെ വിഷമ ഭിന്നമാക്കി മാറ്റുക എന്നുകൂടെ നോക്കാം. 2 and 3 by 7 and 3 and 4 by 9. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. 2 into 7 plus 3 ഇവിടെ ഉള്ളത് by 7 that is 14 plus 3 by 7 17 by 7. നെക്സ്റ്റ് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. ഹോൾ നമ്പറും ഡിനോമിനേറ്ററും പ്ലസ് ഇവിടെ ഉണ്ടായിരുന്ന സംഖ്യ 4 divided by 9. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ മിശ്ര ഭിന്നത്തെ അതായത് 2 and 3 by 7 3 and 4 by 7 1 and 1 by 2 എക്സെട്ര മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി എങ്ങനെ മാറ്റാം. അത് ഈ ഹോൾ നമ്പറും ഈ ഡിനോമിനേറ്ററും കൂടി ഇൻറ്റു ചെയ്യുക. 2 into 7 പ്ലസ് ഇവിടെയുള്ള സംഖ്യ 3 ഡിവൈഡ് ഹോൾ ബൈ 7. 2 into 7 ഇൻറ്റു ചെയ്യുന്ന വേണം ആദ്യം ചെയ്യാൻ. 14 plus 3 by 7 17 by 7. നെക്സ്റ്റ് 3 and 4 by 9. അത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അത് ഇംപ്രോപ്പർ അങ്ങനെ ആക്കാം. ഈ ഹോൾ നമ്പറും ഈ ഡിനോമിനേറ്ററും പ്രിന്റ് ചെയ്യുക. 3 into 9 പ്ലസ് ഈ ന്യൂമറേറ്റർ ഇവിടെയുള്ള 4 ഹോൾ ബൈ ഇവിടെ അടിയിൽ എന്നുള്ളത് 7 plus 4 by 9 31 by 9. നെക്സ്റ്റ് രണ്ട് എക്സാമ്പിളും കൂടെ നോക്കാം. 5 and 1 by 2 മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അങ്ങനെ ആക്കുക. നെക്സ്റ്റ് 3 and 4 by 7. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. 5 into 2 പ്ലസ് ഇവിടെ ഉള്ളത് നമ്മൾ 1 by 2 10 plus 1 by 2 11 by 2. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. 3 into 7 പ്ലസ് ഈ നമ്പർ എഴുതുക 4 divided by 7 equal to 21 plus 4 by 7 equal to 25 by 7. നോക്കാം. ഈ മിക്സഡ് ഫ്രാക്ഷനെ ഈ മിശ്ര ഭിന്നത്തെ എങ്ങനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആകും. അതായത് ഡിനോമിനേറ്റർ ചെറുതായിരിക്കും, ന്യൂമറേറ്റർ ആയിരിക്കും കൂടുതലുള്ളത്. ഇവിടെ ന്യൂമറേറ്റർ ആണ് കൂടുതൽ, ഡിനോമിനേറ്റർ ചെറുതാണ്. If numerator is greater than denominator, then we call it as improper fraction. Then ഈ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെ മാറ്റും? ഈ ഹോൾ നമ്പറും ഈ ഡിനോമിനേറ്ററും കൂടി ഇൻറ്റു ചെയ്യുക. 5 into 2 പ്ലസ് ഈ നമ്പർ 1 ഹോൾ ബൈ 2. 5 into 2 ഇൻറ്റു ചെയ്യുന്ന വേണം ആദ്യം ചെയ്യാം, പിന്നെ പ്ലസ് മൈനസും ചെയ്യാം. 5 into 2 ഒന്നിച്ച് 10 plus 1 by 2 that is 11 by 2. 3 and 4 by 7 അതുപോലെ ഹോൾ നമ്പറും ഡിനോമിനേറ്ററും കൂടെ 3 into 7 പ്ലസ് ഇവിടെ ഉണ്ടായിരുന്ന സംഖ്യ 4 ഡിവൈഡഡ് ബൈ 7 is 21 plus 4 by 7 21 plus 4 25 by 7. This is an improper fraction, that is numerator is greater than denominator, 25 is greater than 7. Proper fraction ആണെങ്കിൽ numerator less ആയിരിക്കും. നെക്സ്റ്റ് ഈ ലൈക്ക് ഫ്രാക്ഷൻസും അൺലൈക്ക് ഫ്രാക്ഷൻസും എന്താണെന്ന് നോക്കാം. ലൈക്ക് ഫ്രാക്ഷൻസിന് എക്സാമ്പിൾ എഴുതാം. 2 by 5 1 by 5 3 by 5 എക്സെട്ര ആർ ലൈക്ക് ഫ്രാക്ഷൻസ്. അതിൻ്റെ പ്രത്യേകത എന്താ? ലൈക്ക് ഫ്രാക്ഷൻസിൻ്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരിക്കും. In these the fractions in which denominators are same, fractions in which denominators are same, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്.
ഫ്രാക്ഷൻസിന് എക്സാമ്പിൾ ആണ്. വേറെ എക്സാമ്പിൾ നോക്കാം. 1/10, 3/10, 7/10, 8/10, etc. These are like fractions. Denominators are same. നമുക്ക് unlike fractions. Unlike fractions ആ പേരിൽ തന്നെ ഉണ്ട്. unlike fractions എന്താണെന്ന്. ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. 1/6, 2/9, 4/5, etc. are unlike fractions. ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. പറഞ്ഞു 4/9, 5/11, 3/10, etc. are unlike fractions. Fractions with different denominators. Unlike fractions. Okay. Addition of fractions. Addition. നോക്കാം. 1/6 plus 3/6 equal to, ഇത് ലൈക്ക് ആണ്, അതുകൊണ്ട് ഡിനോമിനേറ്റർ സെയിം ആണ്. മോളിൽ സിംപ്ലി ആഡ് 4/6. 2/7 plus 3/7 plus 1/7. എത്ര ഫ്രാക്ഷൻ ഉണ്ടെങ്കിലും മുകളിലത്തെ അതങ്ങ് ആഡ് ചെയ്താൽ മതി. 2 plus 3 plus 1 whole divided by like ആണ്. Like fractions ആണ്. 7 equal to 6/7. Addition of like fractions. Next, 5/11 plus 2/11 plus 1/11 equal to 5 plus 2 plus 1 divided by 11. 8/11. Next, 1/13 plus 2/13 plus 5/13 plus 3/13 equal to 1 plus 2 plus 5 plus numerators എല്ലാം കൂടെ ഹൃദയം ആഡ് ചെയ്താൽ by 13 equals 11/13. ലൈക്ക് ഫ്രാക്ഷൻസ് ആണെങ്കിൽ സിംപ്ലി ന്യൂമറേറ്റേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. ഡിനോമിനേറ്റർ സെയിം തന്നെ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. Once more, addition. 1/6 plus 2/6 plus 3/6 equal to 1 plus 2 plus 3/6 equal to 6/6. Any number divided by number 1. 1/15 plus 2/15 plus 4/15 equal to 1 plus 2 plus 4/15. 7/15. Simply add the numerators like fractions. Next, 5/11 minus 4/11. Simply subtract. Additional subtraction. Subtraction. 5 minus 4/11 is 1/11. 7/13 minus 1/13 minus 2/13 equal to 7 minus 1 minus 2/13 equal to 7 minus 1 minus 2/13 is 4/7 minus 6 1 6 6 minus 2 4/13.
for multiplication, 1 by multiplication. Multiplication of fractions. 1 by 3 into 2 by 3. Simply multiply numerators and denominators. Is 2 by 9. Next, 2 by 5 into 3 by 5 equal to 2 into 3 by 5 into 5 equal to 6 by 25. Next, 1 by 4 into 2 by 4 equal to 1 into 2 by 4 into 4 equal to 2 by 16. 2 by 16 നമുക്ക് ടേബിൾ വെച്ച് എഴുതി ഷോർട്ട് ആക്കാം. 1 by 8. 2 ones are 2, 2 8s are 16. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.